ഫുൾ ലോണും കിട്ടും കേട്ടോ. ട്രാക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ബാക്കി വണ്ടിക്ക് അത്രയും ലോൺ 5.25 5.35 വരെ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 5 ലക്ഷത്തിനാണ് നിങ്ങൾക്ക് തരുന്നത്. 2018 മോഡൽ ബൊലേറോ ഫുൾ ഓപ്ഷൻ ZLX ടോപ്പിന്റെ വാഹനമാണ്. 18 ഓട്ടോ എത്ര പോയിട്ടുണ്ട്? അപ്പൊ 29 വരെ നിലവിൽ പേപ്പർ വരുന്ന വാഹനമാണ്. MDI ഗിയർ ബോക്സ് ആണ്, DI ആണ് വണ്ടി. ഗിയർ ബോക്സ് MDI ആണ്. ഫൈനൽ റേറ്റ് ആണ് 4,90,000 രൂപയ്ക്ക് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന ഡസ്റ്റർ 85 നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നതാ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? മാനന്തവാടി. ഒരു 5 വർഷം മുന്നേ വീഡിയോ ചെയ്തൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. കാർ സിറ്റി യൂസ്ഡ് കാർസ്. അന്നൊരൊറ്റ വീഡിയോ നമ്മൾ ചെയ്തത് അല്ലേ? ഫസ്റ്റ് സിറാജ് അല്ലേ? ഓക്കെ, സിറാജ് എന്നാണ് മൂപ്പരുടെ പേര്. സ്വാഗതം കാർ സിറ്റി യൂസ്ഡ് കാർസ്. ഇവരുടെ അനിയനും അല്ലേ? രണ്ടുപേരും സാദിഖ് ഭായ്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് നടത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ വീണ്ടും ഇന്നാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചെയ്യാണ് അല്ലേ? അപ്പോ എന്താണ് വാഹനത്തിന്റെ ജീപ്പ് കച്ചവടം അങ്ങനത്തെ കുറച്ച് ജീപ്പ് ഇന്നും ഉണ്ട് അല്ലേ? ജീപ്പ് ഇന്നും ഉണ്ട്. നമ്മളൊരു ഓർമ്മക്ക് ജീപ്പ് ഇപ്പൊ ഓരോന്ന് ജീപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ജീപ്പ് വേണമെന്നുള്ള ഒരു കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊടുക്കാൻ പറ്റുമല്ലോ. ജീപ്പിന് പിന്നെ പൊതുവെ ഒരു മാർക്കറ്റ് ആണ്. അതിന് ബോഡി ബോഡി നോക്കിയിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ ഇപ്പൊ മോഡൽ കൂടിയ വണ്ടികൾ തന്നെയാണ് കൂടുതലും. ഏകദേശം മോഡൽ കൂടിയ വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ വണ്ടിയൊന്നും എടുക്കില്ല. ഇപ്പൊ നമ്മള് വയനാട് എന്ന് പറയുമ്പോൾ വയനാട് വെച്ചാൽ വേറെ ഒരു മാർക്കറ്റാണ്. ഇപ്പൊ കോഴിക്കോട് എന്താ പറയാ, അവിടെ കുറെ സ്ഥലങ്ങളുണ്ട് ഇതേപോലെ യൂസ്ഡ് കാർ. വയനാടിന്റെ ചെതറിക്കിടക്കുന്ന ഏരിയയാണ്. ഒരു ഹബ്ബ് പോലത്തെ ഒരു സ്ഥലം വയനാട്ടില്ല. അതുപോലെ ഇവിടുന്ന് അടുത്താണ് ഇപ്പൊ ഇരിട്ടി ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, എല്ലാം അടുത്തടുത്ത് കിടക്കാണ്. തലശ്ശേരിയൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കാണ്. അപ്പൊ മൊത്തത്തിൽ ഇവിടുത്തെ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ? ഇച്ചിരി കൂടുതലാണ് മാർക്കറ്റ് പൊതുവെ കൂടുതലാണ്. പക്ഷെ നമ്മളെ പ്രേക്ഷകർക്ക് അത് വേണ്ട. കൂടുതലാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കൂടുതലും സെയിലാണ്. ആ ഗ്യാരണ്ടി കൊടുക്കാലോ, വണ്ടിയുടെ ക്വാളിറ്റി ധൈര്യത്തിൽ കൊടുക്കാം. ഓക്കെ. പുള്ളി നമ്മൾ ചെയ്യുന്ന യൂസ് ഡീലേഴ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ വണ്ടികൾ എടുക്കാറുണ്ട് അല്ലേ? എല്ലാവരും. ഓക്കെ. എന്തായാലും വണ്ടീന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്താൽ മതി. അത് വാങ്ങുന്നവർക്ക് ഉറപ്പ് കൊടുക്കാം, വേറെ ഒന്നുമില്ല. ഓക്കെ, കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ്, സാധാ റേറ്റ് തന്നെ കൊടുക്കാം. വണ്ടി കണ്ണൂർ മാർക്കറ്റ് അതേ റേറ്റ് കൊടുക്കാം. ഓക്കെ. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആദ്യ വാഹനം റെനോയുടെ കൈഗറാണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതെങ്ങനെയൊക്കെ ഡീറ്റെയിൽ? ഏതാ മോഡല്? 2021 മോഡൽ RXZ ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഓട്ടോമാറ്റിക്കോ മാനുവൽ 21 RXZ ഫുൾ ഓപ്ഷൻ മാനുവൽ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 12-16 റേഞ്ച് ഒക്കെ, 16 അതിന്റെ മേലെ കിട്ടും. 1 ലിറ്റർ അല്ലേ? 17-18 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 26 കിലോമീറ്റർ. 26 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉണ്ട്. കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് നോ റീപ്ലേസ്. 21 മോഡൽ വെറും 26,000 കിലോമീറ്റർ. അതായത് നമ്മൾ പെട്രോൾ വണ്ടി 10,000 കിലോമീറ്റർ വെച്ച് വർഷം കണക്കൂട്ടുകയാണെങ്കിൽ 10 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓട്ടം കുറവാണ്. ഓക്കെ, വളരെ കുറഞ്ഞ ഓട്ടമാണ്. അപ്പൊ നല്ലൊരു കോമ്പാക്ട് SUV നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ വണ്ടി, ധൈര്യത്തിൽ എടുക്കാം. ഓക്കെ. എത്ര ഇതിന്റെ ചോദ്യം ഇപ്പോൾ? ഇത് ഫൈനൽ 5 ലക്ഷം. 5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? 9 രൂപ. 5.25 വരെ ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും കേട്ടോ. ട്രാക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ബാക്കി വണ്ടിക്ക് അത്രയും ലോൺ. 5.25 5.35 വരെ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 5 ലക്ഷത്തിനാണ് നിങ്ങൾക്ക് തരുന്നത് ഈ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വീണ്ടും ഒരു ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ ബലേനോന്റെ സെക്കൻഡ് ഷേപ്പ് KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? തലശ്ശേരി. ഓക്കെ. അപ്പോ ഏതാ മോഡൽ ഇത്? 2022 മോഡലില് ഓട്ടോ എത്ര പോയി? നമ്മൾ 21 കിലോമീറ്റർ. ഇതും 21 ഓടിയിട്ടുള്ളൂ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കൊല്ലം ഇത് കൂടുതലാണ്, എന്നാലും സെയിം കിലോമീറ്റർ തന്നെ അല്ലേ? 21,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോണോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരും. ഇതിലില്ലാത്ത അലോയ് സീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ അലോയ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ സീറ്റിന്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഇതിൽ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ?
ബോണറ്റ് ബോണറ്റ് മാറി. റീപ്ലേസ്. ഓക്കെ, അത് കമ്പനി തന്നെയാ? ആ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററിയിൽ ഉണ്ട്. ഓക്കെ. വേറെ ഉള്ളിലേക്കോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല? ബമ്പർ ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല? ബോണറ്റ് മാത്രം, ഗ്ലാസ് മാറിയിട്ടില്ല? ഗ്ലാസ് 22 ഗ്ലാസ്. ഓക്കെ ഓക്കെ, സെയിം ഗ്ലാസ് ആണ്. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. 2022 മോഡല്, 21,000 കിലോമീറ്റർ ഓടിയ ഡെൽറ്റ. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 6,25,000 ആണ്. നമുക്ക് 6,15 ഫൈനൽ കൊടുക്കാം. ഓക്കെ, 6,15,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ഇതും നേരത്തെ പറയുന്നത് ഫൈനലാണ്, ഇതും ഫൈനൽ റേറ്റ്. ഓക്കെ, അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെൽറ്റക്ക് എത്രയാ വരുന്നുണ്ട്? ഇപ്പൊ GST ഒരു 80,000 കുറവ് വന്നല്ലോ, അതിൻ്റെതായ ഒരു കുറവ്. അപ്പൊ ഇപ്പൊ ഒരു 8,800 ഏകദേശം അല്ലേ ഇപ്പോഴും ഇറങ്ങുന്നത്? അന്ന് കൂടുതലാണ്. ഇപ്പൊ GST മാറാൻ പോവാന്ന് കേൾക്കുന്നുണ്ട്, പിന്നെയും പിന്നെ റേറ്റ് കൂടുന്നുണ്ട്, അറിയില്ല അവസ്ഥ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം 6 ലക്ഷം റുപ്യ അത്രയും കയറും. 15,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റും. അടുത്തതാ വീണ്ടും ഒരു കോമ്പാക്ട് SUV തന്നെ, MGയുടെ ആസ്ട്ര ആണ്. KL5 കോട്ടയം വണ്ടിയാണിത്. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡൽ ആസ്ട്ര അല്ലേ? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ സ്റ്റൈല്, അന്നത്തെ ടോപ്പിൻ്റെ വാഹനം, പുഷ് ബട്ടണും സൺറൂഫും ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാനുവൽ ഓട്ടോമാറ്റിക്? അത് ഓട്ടോമാറ്റിക്. പെട്രോളാ? പെട്രോൾ. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് 2022 ഫുൾ ഓപ്ഷൻ ആസ്ട്ര ആണ്. ഇത് എത്ര ഓട്ടം പോയി? 60. ഇത് ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം. പക്ക കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഒരു പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, വണ്ടി എന്തായാലും നീറ്റാണ്, പക്ഷെ ഓട്ടം പോയിട്ടുണ്ട്. 22 ഇപ്പോൾ വലിയ ഓട്ടമല്ല, 5 വർഷം ആയില്ലേ അല്ലേ? 27 27 4 വർഷം അല്ലേ? 22 4 വർഷം. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമും ഇല്ല, 0 ക്ലെയിം വണ്ടിയാണ്. മൈലേജ് ഒരു 10-14 കിട്ടുമോ? 10 to 14 ഇടക്ക്? 11 12. ഓക്കെ, എത്രയാ ചോദ്യം? എത്രയാ ഇത്? 9.25 ഫൈനൽ നമുക്ക് 9.5 ലക്ഷം അല്ലേ? 9.5 ലക്ഷത്തിന് ആസ്ട്രോ കൊണ്ടുപോയാൽ നല്ല അടിപൊളി ഫീച്ചേഴ്സ് വരുന്ന സ്റ്റൈലിഷ് ലുക്കുള്ള ഒരു കോമ്പാക്ട് SUV ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്? സിംഗിൾ ഓണർ, ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. ഫുൾ ഓണർ കയറില്ല? ഫുൾ ഓണർ. ഓക്കെ, അടുത്തത് ഒരു 7 സീറ്റർ SUV ആണ്, മഹീന്ദ്ര ബൊലേറോ. ഇത് KL58 തലശ്ശേരി വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടി കുരി വെച്ചേക്കാം. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ബൊലേറോ, ഫുൾ ഓപ്ഷൻ, ZLX ടോപ്പിന്റെ വാഹനമാണ്. 18. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 90,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണറിൽ 90,000 ഓടിയിട്ടുണ്ട്. ഇത് ഓട്ടം പോയിട്ടുണ്ട്. ഈ വണ്ടി ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം മെയിൻ ഗ്ലാസ് മാത്രം, ബോണറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഗ്ലാസ് മാത്രം മാറിയിട്ടില്ല, കമ്പനിയിൽ തന്നെ മാറിയതായിരിക്കും അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൊലേറോ പോലത്തെ ഒരു വണ്ടി നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ ഇതിനെ ഓടിക്കുമ്പോൾ സുഖമൊക്കെ. ബൊലേറോയൊക്കെ കൂടുതലും വരുന്ന തുരുമ്പാണ്, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് പുതിയ വണ്ടിയല്ലേ, പിന്നെ നമ്മൾ നോക്കാം. ഇനി കൊണ്ടു നടക്കുമ്പോൾ തന്നെ കറക്റ്റ് പെയിന്റ് അടിക്കേണ്ട അടുത്ത് പെയിന്റ് അടിച്ച് കൊണ്ടു നടക്കാം അല്ലേ? പെയിന്റ് പോയി കഴിഞ്ഞ് ഇതായി റെസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് വരും. ഓക്കെ, ഇതിലിപ്പോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എത്രയാ ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ പറഞ്ഞു 6,60,000 ഫൈനൽ റേറ്റ്. 6,60 ഫൈനലാ? ഓക്കെ, 6,60 2018 മോഡൽ ബൊലേറോ, സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓടിയ ZLX ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 7 സീറ്റർ വാഹനമാണ്, SUV സെഗ്മെന്റുമാണ്. ലോൺ എത്ര കിട്ടും? 6 ലക്ഷം 5.5 ആ റേഞ്ച് കിട്ടും അല്ലേ ഏകദേശം. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി വാഹനമാണ്. KL18 വടകര രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായ് വെർണ. ഫാൻസി നമ്പർ 6,000. അടിപൊളി നമ്പറാണ്. ഓക്കെ, നമ്പർ പ്ലേറ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റി കൊടുക്കാം. അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡല്, ഡീസലാ? പെട്രോള്. 18 പെട്രോള്. ഏത് ഓപ്ഷൻ? EX സെക്കൻഡ് ഓപ്ഷനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ക്രൂസ് കൺട്രോൾ അടക്കമുള്ള ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റും ഒന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും, 2 എയർ ബാഗും എല്ലാം വരുന്നുണ്ട്. 2018 EX ആണ്. ഓട്ടോ എത്ര പോയി? 36,000. വളരെ ലോ കിലോമീറ്റർ വണ്ടി. 36,000 മാത്രം ഓടിയേക്കുന്ന ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട് അല്ലേ? പെട്രോൾ മാനുവൽ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. വെർണാച്ച 1.6 ആണ്. മൈലേജ് ഒരു 10-13 ആ റേഞ്ച് ഒക്കെ കണ്ടാൽ മതി, അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി. റീപ്ലേസ് ഒന്നുമില്ല. അപ്പം നല്ല സ്റ്റൈലിഷ് പവർഫുൾ സെഡാൻ നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വരാം. എത്ര ഇതിൻ്റെ ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനലിൽ 6,25,000. 6,15 ലക്ഷത്തിന് 2018 വെർണ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്നു. ലോൺ എത്ര കിട്ടും? ഒരു 5.25 കിട്ടും. 6 ലക്ഷം രൂപ കൊടുക്കാം. അത്രയും കയറും. ഓക്കെ, അടുത്തത് ഒരു പ്രീമിയം SUV സെഗ്മെന്റ് ആണ്. ജീപ്പിന്റെ കോമ്പസ് KL
73 സുൽത്താൻ ബത്തേരിയ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലാണ്. നമ്പറാണ്. അടിപൊളി നമ്പറാണ് 9999. ഓക്കെ, അടിപൊളി നമ്പറുള്ളൊരു വണ്ടിയാണ്. ഡീസൽ ആയത്? ഡീസൽ. ഓക്കെ, മോഡൽ ഏതാ? 2019 മോഡൽ ഡീസൽ കോമ്പസ് ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. മൈലേജ് ഒരു 12-15 ഒക്കെ കിട്ടൂലേ? എന്തായാലും കിട്ടും. ഡീസലുണ്ട്. ഡീസലാണ്. ലോങ്ങിലൊക്കെ 15 റേഞ്ച് ഒക്കെ കിട്ടും. പിന്നെ ഏത് ഓപ്ഷൻ വരുന്നത്? സ്പോർട്ട് പ്ലസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ വിൻഡോസ്, പിന്നെ 2 എയർ ബാഗ്, അലോയ്സ്, എല്ലാ ഫീച്ചേഴ്സും വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് മാറും, പിന്നെ പുഷ് ബട്ടൺ വരും. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാര്യമായിട്ട് വരുന്നത് അല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണിത്. 2 എയർ ബാഗ് ഉണ്ട്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 95 ഓടിയിട്ടുണ്ട് അല്ലേ? കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ സർവീസാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ പോയേക്കുന്ന ഒരു ജീപ്പ് കോമ്പസ് ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി. പുതിയ ടയർ ഭാഗവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയർസ് ഉണ്ട് അല്ലേ? ചോദ്യം എത്രയാ? ഇതൊരു ഫൈനൽ ഒരു 8 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് അല്ലേ? 19 മോഡൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ജീപ്പ് കോമ്പസ് സ്പോർട്ട് പ്ലസ് 8,50,000 ചോദ്യം. ലോൺ എത്ര കിട്ടും? 8 ലക്ഷം രൂപ. നമ്മള് ഒറിജിനൽ ജീപ്പ് കണ്ടു. അടുത്തതാ നമ്മുടെ ജീപ്പാണ്. മഹീന്ദ്രയുടെ ജീപ്പ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. അതായത് ജീപ്പ് എന്ന് വെച്ചാൽ ഇന്നൊരു വികാരമല്ലേ? ചക്കന്മാർക്കൊക്കെ ഒരു ഹരാണ്. ഓടിക്കാനുള്ള ഒരു സുഖം അതിൻ്റെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ. ഇതെങ്ങനെ മോഡലൊക്കെ? 96 മോഡല്. 96. പേപ്പറിന്റെ അവസ്ഥ ഇപ്പോൾ? പേപ്പർ 3 വർഷം പേപ്പർ ഇനിയുണ്ട്. 3 വർഷം. അപ്പൊ 29 വരെ പേപ്പർ. നിലവില് പേപ്പർ വരുന്ന വാഹനമാണ്. MDI ഗിയർ ബോക്സ് ആണ്. DI ആണ് വണ്ടി. ഗിയർ ബോക്സ് MDI ആണ്. ഗിയർ ബോക്സ് MDI ഇല്ല. ഓക്കെ, DI എഞ്ചിനാണ്. MDI ഗിയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ഉണ്ട്. നിലവിൽ ബോഡിയൊക്കെ ഫുൾ ഫിറ്റാ. ഒന്നുമില്ല അല്ലേ? പേച്ചുവർക്കും കാര്യങ്ങളൊന്നും തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഷീറ്റ് മാത്രം നിങ്ങൾക്ക് വേണേ മാറ്റാം. അതൊരു പിന്നെ എന്താ പറയുക, ഫ്രീക്കൻ സ്റ്റൈലാണ്. അങ്ങനെ ആക്കിയതാണ്. ഷീറ്റ് വേണേ നിങ്ങൾക്ക് മാറ്റാം. അവര് ആ ഒരു ലുക്കിലാക്കിയതാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോ നിലവിൽ മെക്കാനിക്കൽ വർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതൊക്കെ പിന്നെ എന്ത് സംഭവിച്ചാലും പേടിക്കാനല്ലേ? ഒത്തിരി പണിത് രണ്ടാമത് മെറ്റാലിക് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒന്നും ചെയ്യാല്ല. നല്ലൊരു ജീപ്പാണ്. 29 വരെ നിലവിൽ പേപ്പറുണ്ട്. ഇത് പുതുക്കണമെങ്കിൽ പിന്നെ എത്ര വരും? ഏകദേശം 29 കഴിഞ്ഞ സാധാ കാർ പോലെ തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, DI MDI ഗിയർ ബോക്സ് ചെയ്ത വണ്ടി. എത്രയാ ചോദ്യം? ഇത് ഫൈനൽ 2,25,000. 2.5 ലക്ഷം. ജീപ്പിന്റെ മാർക്കറ്റ് ഇതാ. എവിടെ പോയിട്ട് ഞാൻ ഇപ്പം മലപ്പുറമോ കോഴിക്കോടോ എവിടെ വീട് ചെയ്താലും ജീപ്പ് ഇപ്പൊ കാണാറില്ല. മാർക്കറ്റാണ്. ജീപ്പ് ഇപ്പൊ അങ്ങനെ കാണാറില്ല. എന്നാലും ഹൈ റേഞ്ച് ആൾക്കാർക്ക് ഇപ്പം പ്രിയപ്പെട്ട വണ്ടി ഇത് തന്നെയാണ് അല്ലേ? ജീപ്പ്. ഓക്കെ, അപ്പൊ നോക്കുന്നവരുണ്ട്. എന്തായാലും വിളിച്ചോ. 2.5 ഫൈനൽ റേറ്റ് ആണ്. 29 വരെ പേപ്പറുള്ള DI ജീപ്പ്. അടുത്ത വണ്ടി. അടുത്തതാ റിനോ ഡസ്റ്റർ. ഇതെവിടെ രജിസ്ട്രേഷൻ വണ്ടി? അറിയില്ല, നോക്കട്ടെ ഒന്ന്. KL45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വരുന്ന റിനോ ഡസ്റ്റർ ആണ്. ഏതാ മോഡൽ ഇത്? 2017-18 രജിസ്ട്രേഷൻ. ഓക്കെ, 17 മോഡലുണ്ട്, 18 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, 85 ഡീസൽ. ഓക്കെ, ഡീസൽ മാനുവൽ 85 ആണ്. മൈലേജ് കിട്ടുക 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പിന്നെ വലിയ മെയിൻ്റെനൻസ് പേടിക്കേണ്ടാത്ത വണ്ടിയാണ്. ഓട്ടം പോയിട്ടുണ്ടോ? അത്യാവശ്യം 1,10,000. 1.10. സർവീസ് ഒക്കെ സർവീസ് പ്രോപ്പർ ആണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? RXC AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരും അല്ലേ? ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് വരുന്ന റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 1.10 കൂടിയ സിംഗിൾ ഓണർഷിപ്പാ? അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, 85 ഡസ്റ്റർ ആണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഫൈനൽ 4,900 കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് 4,90,000 രൂപയ്ക്ക് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ വരുന്ന ഡസ്റ്റർ 85 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 4,500 വരെ. അടുത്തത് ഒരു ചെറിയ 7 സീറ്റർ ആണ്. KL55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു ട്രൈബർ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? മോഡൽ ഏതാ ഇത്? 2019-20 രജിസ്ട്രേഷൻ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, RZ 55,000 കിലോമീറ്റർ. ഓക്കെ, KL55 55,000 മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? RZ 19 മോഡൽ 20 രജിസ്ട്രേഷൻ. വലിയൊരു ഓട്ടോ പോയിട്ടില്ല, നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. RX ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ട്രൈബർ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം കിട്ടും. ഓക്കെ, അത് 7 സീറ്റർ എന്ന് പറയുമ്പോൾ വലിയ 7 ആൾക്കാർ പോകാനല്ല, ചെറിയ കുട്ടികളടക്കമുള്ള 7 ആൾക്കാർക്കുള്ള പറ്റിയ ചെറിയൊരു MPV സെഗ്മെന്റ്. എത്രയാ ചോദ്യം? എത്ര ഇപ്പോൾ? ഇത് ഫൈനൽ നമുക്കൊരു 4,000 രൂപ കൊടുക്കാം.
4,50,000 രൂപയ്ക്ക് 19 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന RX ഡ്രൈവർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിം ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ കിട്ടും. 4,50,000 ഫുൾ ഓപ്ഷൻ ഡ്രൈവറാണ്. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ, ഫുൾ ലോണിൽ. അടുത്ത വണ്ടി വീണ്ടും മലപ്പുറക്കാരൻ തന്നെ, മലപ്പുറം ജില്ല KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. മാരുതി സുസുക്കി ബലെനോ. എങ്ങനെ ഡീറ്റെയിൽ ഇത് ഈ ബലെനോ? 2021 മോഡൽ. 21 മോഡൽ പെട്രോൾ. സീറ്റ പെട്രോൾ. ഓക്കെ, സീറ്റ പെട്രോൾ മാനുവലാ? ഓട്ടോമാറ്റിക് CVT. ഓക്കെ, CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഇപ്പം എല്ലാം MT അല്ലേ? CVT ഓട്ടോമാറ്റിക് ആണ്. 21 മോഡൽ. നല്ല ഡ്രൈവിംഗ് സുഖം ഉണ്ടാവും. ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഹൈ ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? റീപ്ലേസ്മെന്റോ കാര്യം ഒന്നുമില്ല. സീറ്റ എന്ന് പറയുമ്പോൾ ആൽഫയിലേക്ക് പോകുമ്പോൾ ചെറിയ മാറ്റമേ ഉള്ളൂ. എന്തോ സ്റ്റീരിയോയിൽ വരുന്ന മാറ്റമേ ഉള്ളൂ. ബട്ടൺ സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അലോയ് വീലും എല്ലാം വരുന്നുണ്ട്. ചെറിയ മാറ്റമേ ഉള്ളൂ. സ്റ്റീരിയോയിൽ വരുന്ന എന്തോ മാറ്റം കാര്യമായിട്ടുള്ളൂ. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി അല്ലേ? ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 63,000 ഓടിയേക്കുന്ന 21 മോഡൽ ഓട്ടോമാറ്റിക് പെട്രോൾ CVT ബലെനോ ആണ്. എത്ര ചോദ്യം പിന്നെ? അല്ല, ഫൈനൽ പറഞ്ഞു. ഫൈനൽ 6 ഉറുപ്പ് കൊടുക്കാം. ഫൈനൽ 6,50,000 അല്ലേ? 50,000 രൂപയ്ക്ക് 21 മോഡൽ CVT ഓട്ടോമാറ്റിക് ബലെനോ. സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടി നിങ്ങൾക്ക് ഉണ്ട്. അതും CT ആണ് ഓപ്ഷൻ. ഓട്ടോമാറ്റിക്. തപ്പുന്നവരുടെ വേഗം വന്നെടുത്തു. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റിന്റെ ഡിസയർ ആണ്. KL 72 ഇവിടെയാണ്. മാനന്തവാടി രജിസ്ട്രേഷൻ ആണ്, വയനാട്. ഏതാ മോഡല്? 2019 20 രജിസ്ട്രേഷൻ. ഓക്കെ, പെട്രോൾ. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, 4 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ് ഒക്കെ വരും. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 50,000. ഓക്കെ, ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണറെ കിടക്കുന്ന ലോ കിലോമീറ്റർ 19 മോഡൽ 20 രജിസ്ട്രേഷൻ ഉണ്ടാകും. 20 രജിസ്ട്രേഷൻ വരുന്ന VXI മാനുവൽ വാഹനമാണ്. ഏകദേശം ഒരു 17-18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലേ? അത്രയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. എത്രയുണ്ട് ഇപ്പൊ ചോദ്യം ഫൈനൽ? ഇത് ഫൈനൽ 5.5 ലക്ഷം രൂപ കൊടുക്കും. 5,50,000 രൂപയ്ക്ക് ഒരു ലോ കിലോമീറ്റർ, വെറും 50,000 കിലോമീറ്റർ ഓടി ഏകദേശം അതിന് ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ഫൈനാൻസ് കിട്ടും അല്ലേ? അത്രയും ലോണും കിട്ടും. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഡിസയർ ആണ്. മാനുവൽ നോക്കി നടക്കുന്നുണ്ട്, എടുത്തോ. ഇതാകുമ്പോൾ CNG ചെയ്താൽ കുറച്ചും കൂടി നല്ല മൈലേജ് കിട്ടുകയും ചെയ്യും. പിന്നെ ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് സ്പേസ് അധികം പോവില്ല അല്ലേ? ഓക്കെ, അടുത്തത് ഒരു 1000cc വാഹനമാണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന റിനോ ക്വിഡ് ആണ് അല്ലേ വണ്ടി? ഏതാ മോഡൽ ഇത്? 2025 12 മാസം. 25 12 മാസം, അതായത് 26 എന്ന് പറയാം. 26 എന്ന് പറയാൻ പറ്റിയ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി. ഇപ്പൊ 28 12 മാസം വരെ അണ്ടർ വാറണ്ടിയിലായിരിക്കും. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 1 ലിറ്റർ എഞ്ചിൻ, ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇതിന്റെ RC ബുക്ക് ഇവരുടെ നിന്ന് വേറെ എവിടെയോ വണ്ടിയിലായി പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏതാ ഓപ്ഷൻ എന്ന് മനസ്സിലാകുന്നില്ല. RX അല്ല, എന്തായാലും RX എല്ലാം തോന്നുന്നു. മിഡിൽ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരും. വേറെ വണ്ടിയിൽ മിസ്സായി പോയതല്ലേ? ഓക്കെ, അപ്പോൾ അതെടുത്ത് പറഞ്ഞു തരും കറക്റ്റ്. നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ഓപ്ഷൻ എന്നുള്ളത് കണ്ടിട്ട്. RX അല്ല തന്നെയാണെന്ന് തോന്നുന്നു മിഡിൽ ഓപ്ഷൻ. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ടയേഴ്സുമാണ്. എത്രയുടെ ചോദ്യം ഇപ്പോൾ? ഇത് ഫൈനൽ 4.5 കൊടുക്കാം. ഫൈനൽ 4,50,000 രൂപയ്ക്ക് 25 12 മാസം ക്വിഡ് RX മിഡിൽ ഓപ്ഷൻ വണ്ടി. 4,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. 4,000 കിലോമീറ്റർ അല്ല, 4,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ വണ്ടിക്ക് എത്ര വരുന്നുണ്ട് ഇപ്പോൾ? ഏകദേശം 6 ലക്ഷം റുപ്യ അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ വിളിച്ചു. പുതിയ ഫുൾ ഓപ്ഷൻ 6 ലക്ഷം. RX ഈ വണ്ടിക്ക് 6 ലക്ഷം റുപ്യ ഉണ്ടെന്ന് കമ്പനിയിൽ ഈ വണ്ടി ഇറങ്ങും. ഈ മോഡൽ RX തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ RX2 ഓപ്ഷനില്ല, അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നതിൻ്റെ അകത്ത്. അപ്പോൾ വെറും 4,000 കിലോമീറ്ററിൽ ഇത്രയും മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഫുൾ ഓണം കയറുമോ? ഫുൾ ഓൺ വരും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണിത്. എറ്റിയോസ് ലിവ KL 58 തലശ്ശേരി വണ്ടി. ഒറിജിനൽ കേരള വരുന്ന ലിവയാണ്. ഡീസൽ ആയത് പെട്രോൾ. ഏതാ മോഡല്? 2016 17 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, മോഡൽ 16 ഉണ്ട്, 17 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ തൊട്ടുള്ള 15 വർഷത്തേക്കാണ് ടാക്സ് കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ വേണ്ടിക്ക്. ഇവിടെ കാണിച്ചിപ്പോൾ ഒരു 3-4 വണ്ടിക്ക് 17 മോഡൽ രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ 17 മോഡൽ 18 രജിസ്ട്രേഷൻ, 16 മോഡൽ 17 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര പോയി? 80,000 കമ്പനി സർവീസ്. 80,000 ഫുൾ കമ്പനി സർവീസ്. ഏത് ഓപ്ഷൻ വീട്ടില്ല? ജി ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. അത്രയും ഫീച്ചേഴ്സ്. 42 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ മൈലേജ് ഒരു 11 to 15 ഇടയിലായിട്ടാണ് ഏകദേശം മൈലേജ് കിട്ടും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടാവില്ല. സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോണും ചെയ്യാം. അതെ. എത്രയാ ചോദ്യം?
3,75,000 ഫൈനൽ റേറ്റ്. 375 16 മോഡൽ 17 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. 375 ഒറിജിനൽ കേരള ലിവ ജിയോ ഓപ്ഷൻ വരുന്ന ലിവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിമ്പിൾ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ് അല്ലേ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവിടെ വേറെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? കുറെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇനി വരാനൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഇവിടെ തന്നെ ഇപ്പോൾ ഷെവർലെറ്റ് ടവേറയും ടിയാഗോയും ഗ്രാൻഡ് ആയിട്ടനും ഒക്കെ കാണുന്നുണ്ട്. വാഗണറും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം തന്നെ വിളിച്ചോ. സംഭവം കുറച്ച് ഇരുട്ടായി എന്നിട്ട് കൊണ്ടുപോയാൽ ലേറ്റ് ആയി പോകും. പിന്നെ ലൈറ്റ് കിട്ടൂല. മഴേന്റെ ചെറിയൊരു അതെ, മഴയുടെ ചെറിയതുകൊണ്ട്. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലകൾ എന്നുള്ളത്, ഓരോ വണ്ടിയിലും എങ്ങനെയുണ്ട് വിലകൾ എന്നൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തും. പിന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ട് റൈറ്റിൽ. നമ്മൾ പറഞ്ഞാലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്യാം. ചെറിയ മാറ്റം എന്നൊക്കെ നോക്കിയിട്ട് ചെയ്തു തരുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.